സന്ധ്യ വാര്യർ കഴിഞ്ഞ തവണ ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ഇവിടെ വന്നു നിൽക്കുന്നു. ദേശീയ രാഷ്ട്രീയം വലിയ തോതിൽ ഇവിടെ ചർച്ചയാകുന്നു. UDF-ന് അനുകൂലമായി വോട്ട് പോൾ ചെയ്യപ്പെടുന്നു. ഇത്തവണ ആ ദേശീയ രാഷ്ട്രീയം അത്രത്തോളം കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടില്ല എങ്കിൽ LDF UDF മുന്നണികളുടെ നേരിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത് എങ്കിൽ BJP-ക്ക് അത് ഗുണം ചെയ്യുമോ? മാധു, അതിനു മുമ്പ് ശ്രീ റജി ലൂക്കോസ് അടക്കം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത് എന്തിന് BJP-യുടെ നേതാക്കൾക്ക് വോട്ട് ചെയ്യണം, അവർ കേരളത്തെ അവഹേളിക്കുന്നു എന്നൊക്കെയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സർക്കാരിനെ, പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്ന ധൂർത്തിനെയും ദുർവ്യയത്തെയും ജനദ്രോഹ നടപടികളെയും വിമർശിച്ചാൽ ഉടനെ അത് കേരളത്തെ വിമർശിക്കുന്നതാകുന്നത് എങ്ങനെയാണ്? കേരളത്തിലെ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് BJP നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്, BJP-യുടെ MP-മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് അവർക്ക് തോന്നുമ്പോൾ നല്ല സ്ഥാനാർത്ഥികളെ കിട്ടാൻ CPM-ന് വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന് പുറത്ത് എന്താ നിങ്ങൾക്ക് ഈ സൗകര്യമില്ലാത്തത്? നിങ്ങൾ ഡൽഹിയിൽ നിങ്ങളുടെ ആസ്ഥാനം നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാത്തത്? നിങ്ങൾ മുന്നണിയുടെ ഭാഗമാണല്ലോ, എന്തുകൊണ്ടാണ് അവിടെ ഒന്നും സീറ്റ് ചോദിക്കാത്തത്? നേരത്തെ ഇടതുപക്ഷം ശക്തമായിരുന്ന പഞ്ചാബിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ രാജസ്ഥാനിലോ അതല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും നിങ്ങൾ മുന്നണിയുടെ ഭാഗമായിട്ട് പോലും ഒരു സീറ്റ് ചോദിക്കുന്നില്ലല്ലോ. അവിടെ നിങ്ങൾ പ്രചരണത്തിന് പോലും പോകുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പറ്റുന്ന സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാത്രം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. അത്തരം സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ജനാധിപത്യ മത്സരത്തിന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥിയാകാൻ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തൊന്നും എവിടെയും ആളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നിങ്ങളെ പാർട്ടി എന്ന് പറയുന്ന അത്രയും തളർന്നിരിക്കുന്നു. ഇനി കേരളത്തിൽ ഞങ്ങളുടെ പ്രതീക്ഷകളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ വീണ്ടും അഭിമുഖീകരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പക്ഷത്തുള്ള നിരീക്ഷകൻ അദ്ദേഹം പറഞ്ഞത്, ശ്രീ ശിവകുമാർ സാർ പറഞ്ഞത്, ഞങ്ങൾ എവിടെയാണ് പ്രസക്തമായിട്ടുള്ളത്? ഞങ്ങൾ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്താണ് സാർ. ഞങ്ങൾ ഈ സംസ്ഥാനത്തെ പല സീറ്റുകളിലും നിർണായക ശക്തിയാണ്. തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ജയിച്ചു വരാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. വളരെ നേർത്ത വോട്ടുകളെ മാത്രം വ്യത്യാസം മതി. നിഷ്പക്ഷരായിട്ട് ചിന്തിക്കുന്ന കുറച്ച് ജനങ്ങൾ മാത്രം അപ്പുറത്തോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ BJP വിജയിക്കാവുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവും തൃശ്ശൂരാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും പാലക്കാടാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും ഒക്കെയുണ്ട്. അപ്പൊ ജനങ്ങളുടെ ചിന്താശക്തിയെ, ജനങ്ങളുടെ തെരഞ്ഞെടുക്കാനുള്ള ശേഷിയെ നിങ്ങൾ വില കുറച്ച് കാണരുത്. എല്ലാ ജനങ്ങളും നിങ്ങളുടെ പോക്കറ്റിലാണ്. ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞത് കോൺഗ്രസിന്റെ വിലയിരുത്തലിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്ന നേതാവാണ് പറഞ്ഞത് ശശി തരൂരിന് ഇവിടെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. അത് BJP-യുടെ കണക്കൂട്ടലിൽ നിന്ന് മാറ്റി നിർത്തി ചിന്തിക്കണം. അതിനെ മാധു ശ്രീ O രാജഗോപാൽജി തന്നെ അക്കാര്യത്തിൽ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അത് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണെന്നും അദ്ദേഹം തന്നെ പറഞ്ഞു. അത് ശ്രീ O രാജഗോപാൽജി അദ്ദേഹത്തിന്റെ നിലപാട് പിന്നീട് വിശദീകരിച്ചതോടുകൂടി നിങ്ങൾ ഈ പറയുന്ന വാദം അപ്രസക്തമായി കഴിഞ്ഞു. അദ്ദേഹം അത് തിരുത്തി എന്ന് പറഞ്ഞു പോകാം. ശരി, പറഞ്ഞോളൂ. അല്ല, സ്വാഭാവികമായിട്ടും ഈ സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന നേതാവ് താൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് തിരുത്താനൊന്നും നമ്മൾ ആരും വളർന്നിട്ടില്ല. അത് ഒരു കാര്യം പറഞ്ഞിട്ട് അത് തിരുത്തുമ്പോൾ അതിൽ അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അതാണ് ഞാൻ പറഞ്ഞു, ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ അംഗീകരിക്കാം. മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചൊന്നുമല്ല. പറഞ്ഞോളൂ. അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടില്ല, അപ്പോൾ അത് സ്വീകരിക്കുക. അദ്ദേഹം അത് പറഞ്ഞ സ്ഥിതിക്ക് അത് സ്വീകരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ മര്യാദ. അപ്പോൾ ഒരാളൊരു പ്രസ്താവന പറഞ്ഞ് അത് തിരുത്തി കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നതാണ് രാഷ്ട്രീയ മര്യാദ. പിന്നീട് അതിൽ പിടിച്ചു ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇവിടെ BJP-യുടെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ BJP പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നല്ല രീതിയിൽ ജനങ്ങളുമായി സംബന്ധിച്ച് BJP-ക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വോട്ട് ചെയ്താൽ ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ഈ നിമിഷം വരെ ഇവർക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധി എന്തിനിവിടെ വന്ന് മത്സരിക്കുന്നു എന്നുള്ള ചോദ്യമാണല്ലോ LDF-ന്റെ ആൾ ചോദിക്കുന്നത്. അപ്പൊ ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ഇവരുടെ മുന്നണി ഏതാണ്? മുന്നണി നിലവിലുണ്ടോ? ഈ മുന്നണിക്ക് അകത്താണോ LDF-ലെ ഘടകകക്ഷികളുള്ളത്, അതോ ഇവർ പുറത്താണോ ഉള്ളത്? ഇപ്പോഴും ഇവർ ആളെ വിട്ടിട്ടില്ലല്ലോ. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഇവരിപ്പോൾ മാറിയിട്ടുണ്ടോ അതോ ഇല്ലയോ? ഇത്തരം ഒരു മുന്നണി നിലവിലുണ്ടോ? ഈ മുന്നണി ഇതുവരെ ഒരു പൊതുയോഗം നടത്തിയിട്ടുണ്ടോ? ഈ മുന്നണി ഇതുവരെ ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? ഇത്തരം ഒരു കാര്യവും നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ രാജ്യത്ത് ഒരു പ്രതിപക്ഷത്തെ ഞങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട സാഹചര്യമൊന്നുമില്ലല്ലോ.
ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലോ രാജ്യത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടാവുക എന്നുള്ളത്. ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് കഴിഞ്ഞ കാലത്ത് ഈ രാജ്യത്തോട് ചെയ്തിട്ടുള്ള തെറ്റായിട്ടുള്ള നയങ്ങൾ, അവരുടെ ജനദ്രോഹ സമീപനങ്ങൾ അതൊക്കെ തുറന്നു കാണിക്കുകയായിരുന്നു. അത് തുറന്നു കാണിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾക്ക് എന്തിനാണ് ബുദ്ധിമുട്ടുള്ളത്? ഞങ്ങളത് നിരന്തരമായി തുറന്നു കാണിച്ചത് കൊണ്ടാണ് ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പോലും അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് 2024 അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ്. അതൊരു തർക്കവും ആർക്കുമില്ലല്ലോ. ഈ രാജ്യത്ത് ഒരു മാധ്യമങ്ങൾക്ക് തർക്കമില്ല, ഇവിടുത്തെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് തർക്കമില്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് പോലും ആ കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷത്തെത്താനുള്ള വോട്ടാണ് ഇവർ ചോദിക്കുന്നത്, ഞങ്ങൾ ഭരിക്കാനുള്ള വോട്ടാണ് ചോദിക്കുന്നത്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ആ ഭരിക്കാനുള്ള വോട്ടിന് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല. ഓക്കെ.